ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ PSCയിലേക്ക് വരുന്ന ബിഗിനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോയാണ്. അപ്പം നമ്മൾ PSCയിലേക്ക് വന്നു കഴിയുമ്പം നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലേ. ഓൺലൈൻ കോച്ചിങ് സെലക്ട് ചെയ്ത് പഠിക്കണോ, ഓഫ്ലൈൻ ആണോ നല്ലത്, എങ്ങനെ ഒരു നമുക്ക് ബേസ് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. നമ്മൾ ഒരുപാട് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ, അങ്ങനെ ഒരുപാട് ലെവൽ ഓഫ് എക്സാംസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴും നമുക്ക് എങ്ങനെ ഒരു ഫസ്റ്റ് ബേസ് സെറ്റ് ചെയ്യാം. ഇപ്പം ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഫ്രം മൈ എക്സ്പീരിയൻസ് ആട്ടോ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം, ഓഫ്ലൈൻ കോച്ചിങ് ആണോ അതെയോ ഓൺലൈൻ കോച്ചിങ് ആണോ, ഏതാണ് നല്ലതെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഓൺലൈൻ കോച്ചിങ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് ടൈം സേവ് ചെയ്യാം, അതുപോലെ തന്നെ മണിയും സേവ് ചെയ്യാം എന്ന് ഞാൻ പറയാം. കാരണം ഓഫ്ലൈനേക്കാൾ എപ്പോഴും പൈസ കുറവ് ഓൺലൈൻ കോച്ചിങ്ങിന് തന്നെയാണ് കുറവ്. അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അമ്മമാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ കോച്ചിങ് തന്നെയാണ് അല്ലേ. ഓഫ്ലൈൻ നമുക്ക് അതിന് വേണ്ടി കുറച്ച് സമയം നമ്മൾ പോയി വരാനൊക്കെ ആയിട്ട് മാറ്റി വെക്കണം അല്ലേ. പിന്നെ നമുക്ക് ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കാനൊക്കെ പാടായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പം എപ്പോഴും ഓൺലൈൻ കോച്ചിങ് തന്നെയാണ് നല്ലത്. ഓഫ്ലൈൻ നമുക്ക് കുറച്ച് പാടാണ്. പക്ഷേ ഓൺലൈൻ കോച്ചിങ്, ഞാൻ ഓൺലൈനായിട്ട് പഠിച്ച ഒരാളാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഫേസ് ചെയ്യുന്ന കുറച്ച് ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓൺലൈനായിട്ട് പഠിക്കുമ്പം നമ്മുടെ ആ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആ ഒരു ലെവൽ ഓഫ്, നമ്മൾ ഏത് ലെവൽ എത്തി നിൽക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പാടാണ് നമ്മൾ ഓൺലൈനിൽ പഠിക്കുമ്പം അല്ലേ. ഓൺലൈനിൽ നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ കംഫർട്ട് സോണിൽ വളരെ സേഫായിട്ട് നമ്മളിരുന്ന് പഠിക്കുന്നു അല്ലേ. ഇപ്പോൾ നമ്മളൊരു എക്സാമൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പം നമുക്കിപ്പോൾ ഒരു 100ൽ ഒരു 70 ഒക്കെ നമുക്ക് മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ ഓക്കെ, ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, എനിക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ സെയിം എക്സാം അറ്റൻഡ് ചെയ്യുന്ന നമ്മുടെ കൊളീഗ്സിന് ചിലപ്പം 80, 90 ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പം നമ്മളത് അറിയുന്നില്ല അല്ലേ. അപ്പോൾ ഒരിക്കലും നമ്മുടെ മാർക്ക് നല്ലതല്ല അല്ലേ. മറ്റുള്ളവർക്ക് 80, 90 ഒക്കെ സ്കോർ ചെയ്യുന്നു, ആ സെയിം എക്സാമിന് നമ്മൾ 70 ആണ് നമുക്ക് കിട്ടുന്നുള്ളെങ്കിൽ ഒരിക്കലും നമ്മുടെ സ്കോർ നല്ലതല്ല. അപ്പം അങ്ങനെയുള്ള ആ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് നമുക്ക് ഇല്ലാതായി പോകും നമ്മൾ ഓൺലൈനിൽ പഠിക്കുമ്പോൾ. നമ്മുടെ കൂടെ പഠിക്കുന്നവർ എത്രത്തോളം പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ എത്രത്തോളം നമ്മളെക്കാളും മുന്നിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ തന്നെ സെൽഫായിട്ട് പുഷ് ചെയ്ത് അവരുടെ ഒപ്പം എത്താനോ അല്ലെങ്കിൽ അവരെ ബീറ്റ് ചെയ്യാനോ നമുക്ക് പറ്റത്തുള്ളൂ. കാരണം ഇതൊരു കോമ്പറ്റീഷൻ എക്സാമാണ് അല്ലേ. ഇതിൽ 0.33 മാർക്കിന് വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാംസിൻ്റെ റാങ്കിൽ വരുമ്പം. ഈ 0.33 മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് റാങ്ക് മുന്നോട്ടേക്കോ ബാക്കിലോട്ടോ എത്തിക്കാനായിട്ട് കാരണമാകും. അപ്പോൾ വളരെ കോമ്പറ്റീഷനുള്ളൊരു എക്സാമാണിത്. അപ്പം നമ്മുടെ കൂടെയുള്ളവർ, നമ്മൾ മാത്രം നന്നായി പഠിച്ചതുകൊണ്ട് കാര്യമില്ല, നമ്മുടെ കൂടെയുള്ളവർ എങ്ങനെ പഠിക്കുന്നു അവരെ നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് അറിയണമെങ്കിൽ എപ്പോഴും ഓഫ്ലൈൻ കോച്ചിങ് ആണ് നല്ലത്. കാരണം നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ എക്സാംസൊക്കെ നമ്മൾ ലൈവായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മുടെ കൂടെയുള്ളവരൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പം അതനുസരിച്ച് നമുക്ക് നമ്മുടെ സ്റ്റഡീസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട് നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും ചൂസ് ചെയ്യുമ്പം. ഓൺലൈൻ ആകുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ പറ്റി അറിയുന്നില്ല, നമ്മൾ നന്നായി പഠിക്കുന്നുണ്ടോ എന്ന് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. പക്ഷെ അതൊരിക്കലും ഒരു കോമ്പറ്റീഷൻ എക്സാമിന് നല്ലതല്ല. മറ്റുള്ളവരെയും കൂടി നമ്മൾ അറിയണം, അവരെത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ അവരെത്രത്തോളം നമ്മളെക്കാളും മുന്നിലാണ്, നമുക്ക് എന്തൊക്കെ ആണ് അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലേ, അവരുടെ മാർക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവെയർ ആയിട്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവരെ ബീറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ടേക്ക് വരാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ആക്ച്വലി ഫേസ് ചെയ്ത ഒരു ഡിഫിക്കൽട്ടീസ്. നമ്മൾ മറ്റുള്ളവരെയും കൂടി നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ഒരു ലെവൽ ഓഫ് കോമ്പറ്റീഷനും നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് ഫൈറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് ആയിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഏത് ചൂസ് ചെയ്യണമെന്ന് നമ്മുടെ പേഴ്സണൽ ഇതാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ ബേസ് സെറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ. എങ്ങനെയാണ് നല്ലൊരു ബേസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. നമുക്ക് SCERT ആണ് PSC എക്സാംസിൻ്റെ ബേസ്. SCERT പ്ലസ് NCERT 5th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്സും അതുപോലെ +1 +2ൻ്റെ ടെക്സ്റ്റ് ബുക്സും NCERT ടെക്സ്റ്റ് ബുക്സും, ഇതാണ് PSC എക്സാംസിൻ്റെ ബേസ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നമുക്കറിയാം മെയിനായിട്ടുള്ള സബ്ജക്ട്സ് ഹിസ്റ്ററി, ജോഗ്രഫി, പിന്നെ സയൻസ് സബ്ജക്റ്റുകൾ, പിന്നെ മാത്സ്, കമ്പ്യൂട്ടർ, ഈ സബ്ജക്ട്സിൻ്റെ എല്ലാം 5th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള ടെക്സ്റ്റ് ബുക്സ് നന്നായി നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ +1 +2 പിന്നെ എക്കണോമിക്സും ഉണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിരിക്കണം.
അപ്പം നമ്മളൊരു റാങ്ക് ഫയൽ വാങ്ങി ഇതൊക്കെ പഠിച്ചാൽ പോരെ എന്ന് ചോദിക്കാം അല്ലേ? ഒരിക്കലും അതൊരു നല്ല ഓപ്ഷൻ അല്ല. നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കണം ഈ കാര്യങ്ങൾ. ടെക്സ്റ്റ് ബുക്സ് നമ്മൾ ശരിയായ രീതിയിൽ വായിക്കണം. ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് ടെക്സ്റ്റ് ബുക്സിന് പകരമായിട്ടും എല്ലാ പോയിന്റ്സും ഉൾക്കൊള്ളിച്ചെന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ്. നമുക്ക് ഈസി ആയിട്ട് ടെക്സ്റ്റ് ബുക്സിന് പകരം ബുക്സ് നമുക്ക് കിട്ടും. പക്ഷെ അതെന്തായാലും പോരാ. കാരണം ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം അല്ലേ? ഇപ്പം എങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്സിനെ പറ്റിയിട്ട് നമുക്ക് ശരിയായ ഒരു ധാരണ നമുക്ക് ഉണ്ടായിട്ടിരിക്കണം. അപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക തന്നെയാണ് അതിന് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ 1-2 പ്രാവശ്യമെങ്കിലും ടെക്സ്റ്റ് ബുക്സ് നല്ല രീതിയിൽ വായിക്കണം. അപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്സ് കിട്ടാനൊക്കെ പാടായിരിക്കും. പക്ഷേ ഓൺലൈനിൽ സമഗ്ര സൈറ്റിലൂടെ നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിക്കാവുന്നതേ ഉള്ളൂ. ഒരു പ്രാവശ്യം നമ്മൾ 1-2 പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഒന്നെങ്കിൽ വായിക്കുന്നതിനോടൊപ്പം തന്നെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോവുക. ഇനി ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതാൻ സമയമില്ല, അല്ലെങ്കിൽ അതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പാടാണെങ്കിലും നമുക്കിതിന് പകരമായിട്ട് കിട്ടുമല്ലോ ബുക്സ് ഇഷ്ടം പോലെ. അങ്ങനത്തെ ഒരു ബുക്കും കൂടി നമ്മൾ വാങ്ങി വെക്കുക. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സ് കഴിയും തോറും നമ്മളൊരു ടെക്സ്റ്റ് ബുക്സ് വായിച്ച് ഒരു ചാപ്റ്റർ നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണല്ലോ അതിൻ്റെ കൂടെയാണല്ലോ നമ്മൾ ഷോർട്ട് നോട്ട്സ് എഴുതുവാണെങ്കിൽ എഴുതുക. അപ്പോൾ നമ്മൾ അതിന് പകരം ഈ ബുക്സ് ഉപയോഗിക്കുക. അപ്പോൾ ഈ ബുക്സിൽ ഇല്ലാത്ത പോയിന്റ്സ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പം നമ്മൾ ഈ ബുക്സിൽ അപ്ഡേറ്റ് ചെയ്ത് പോകുക. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റ്സ് പറയുമ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാതെ വരില്ല. നമുക്ക് കണക്റ്റഡ് ആയിട്ട് തന്നെ നമുക്ക് ഈ പോയിന്റ്സ് ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്സ് വായിക്കുന്നത് വളരെ നിർബന്ധമാണ്. എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ബുക്സ് നമ്മൾ വായിക്കണം. അതോടൊപ്പം തന്നെ ഈ പകരത്തിന് കിട്ടുന്ന ഈ ബുക്സും നമ്മളിൽ ഉള്ളത് വളരെ നല്ലതാണ്. കാരണം റിവിഷൻ ടൈമിലൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഈ ടെക്സ്റ്റ് ബുക്സ് മൊത്തം റിവിഷൻ സമയത്ത് നമുക്ക് വായിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ? അപ്പം നമ്മൾ ഫസ്റ്റ് 1-2 തവണ ഈ ടെക്സ്റ്റ് ബുക്സ് വായിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം ഈ ഷോർട്ട് നോട്ട്സ് പോലെ കിട്ടുന്ന ബുക്സ് നമുക്ക് ഉപയോഗിക്കാം. അത് വളരെ യൂസ്ഫുൾ ആണ് റിവിഷൻ ടൈമിലൊക്കെ. അപ്പോൾ കാരണം നമ്മൾ ഈ പോയിന്റ്സ് വായിക്കുമ്പം സ്റ്റോറി പോലെ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ച കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ടെക്സ്റ്റ് ബുക്കിലെ കാരണം ഒരു സ്റ്റോറി പോലെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ എക്സാമ്പിൾസ് ആയിട്ടും കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണല്ലോ. അപ്പോൾ അതങ്ങനെ ഒരു ഫ്ലോ ഉണ്ട് അതിന്. അപ്പോൾ നമ്മൾ ഈ പോയിന്റ്സ് നമ്മൾ റിവിഷൻ ടൈമിൽ വായിക്കും, നമുക്ക് അതെല്ലാ കാര്യങ്ങളും ഓർമ്മ വരും. അപ്പോൾ ടെക്സ്റ്റ് ബുക്സ് വായിക്കുന്നതും ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെയും ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം അതുപോലെ തന്നെ 10th വരെ മാത്രം പോരാ, +1 +2 ചാപ്റ്റേഴ്സും നോക്കണം. ഇപ്പോൾ 10th ലെവൽ എക്സാംസ് വരെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞാലും ഇപ്പം +1 +2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരിക്കലും 10th ലെവൽ എക്സാംസിന് +1 +2 പ്രിപ്പയർ ചെയ്യാതിരിക്കേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ചില എക്സാംസിനൊക്കെ നമുക്കറിയാം, കഴിഞ്ഞ LDCക്കൊക്കെ ഫസ്റ്റ് നടന്ന ട്രിവാൻഡ്രം LDCക്ക് +1 +2 എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അപ്പം 10th ലെവൽ എക്സാം ആണല്ലോ LDC, എന്നിട്ട് പോലും ചോദിച്ചിരുന്നു. അപ്പം +2 വരെയുള്ള ചാപ്റ്റേഴ്സ്, NCERT ചാപ്റ്റേഴ്സ്, 10th വരെയുള്ള SCERT ചാപ്റ്റേഴ്സും പഠിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. അപ്പം ഇത് പഠിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം PYQs ആണ്. 2021 ശേഷമുള്ള PYQs നിർബന്ധമായിട്ടും നോക്കണം. ആദ്യമേ ഒന്നും അറിയാത്ത ഒരാളാണ് നോക്കുന്നതെങ്കിൽ ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെറുതെ വായിച്ചു നോക്കുക. ആൻസേഴ്സും നോക്കി തന്നെ ആൻസേഴ്സും നോക്കുക, ക്വസ്റ്റ്യൻസ് നോക്കുക. അങ്ങനെ 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അങ്ങനെ നോക്കുമ്പം നമുക്ക് ആ ഒരു PSCൻ്റെ പാറ്റേൺ മനസ്സിലാവും. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് മെത്തേഡിലാണ് ഫോളോ ചെയ്യുന്നത്, ഏതൊക്കെ പോർഷൻസ് നിന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് PYQs ആണ്. അപ്പം PYQ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി വെക്കുക. ഒരിക്കലും ചെയ്തു നോക്കരുത്. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ തോന്നും. കാരണം ഒന്നും അറിയാതെ ആകുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ത്വര നഷ്ടപ്പെടും. അപ്പോൾ ഫസ്റ്റ് നോക്കി മനസ്സിലാക്കുക, അതിനുശേഷം പഠിച്ചു തുടങ്ങുക. എപ്പോഴും പഠിച്ചു തുടങ്ങുമ്പോൾ 5th 6th 7th അത് തന്നെ ആദ്യം നോക്കുക. അതിനുശേഷം മുകളിലേക്ക് പോവുക. കാരണം 5th 6th 7th ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചാപ്റ്റേഴ്സ് വേഗം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചിങ്ങനെ വേഗം സ്പീഡിൽ പഠിച്ച് പോയി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും. അപ്പോൾ എപ്പോഴും 5th 6th 7th ആയിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഈ ചാപ്റ്റേഴ്സ് വളരെ സില്ലി ആയിട്ട് കാണരുത്. കാരണം ട്രിക്കി ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റേഴ്സിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം പഠിക്കുമ്പം നല്ല വൃത്തിയായിട്ട് തന്നെ പഠിച്ചു പോകുക.
നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ടൈം അധികം എടുക്കാത്ത ചാപ്റ്റേഴ്സാണ് ഇതൊക്കെ. അപ്പം ഒരു സബ്ജക്റ്റ് പഠിച്ച് തീർത്ത് വേറൊരു സബ്ജക്റ്റ് ആ ഒരു മെത്തേഡ് ഒരിക്കലും ഫോളോ ചെയ്യരുത്. എല്ലാ സബ്ജക്ട്സും പാരലലായിട്ട് കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് പയ്യെ PYQs ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു കുറച്ച് നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ തന്നെ PYQs പയ്യെ എടുക്കുക, ചെയ്ത് നോക്കുക, ചെയ്ത് പഠിച്ച് പോവുക. റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ ഒപ്പം PYQസും കൊണ്ടുപോവുക. അപ്പോൾ നമ്മുടെ പഠനത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മാറ്റങ്ങൾ വരുത്താനൊക്കെ ആയിട്ട് സാധിക്കും. നമ്മൾ ആദ്യം കുറച്ച് PYQs നോക്കി മനസ്സിലാക്കി പിന്നെ നമ്മൾ പഠിക്കാൻ തുടങ്ങി. പിന്നെ പഠിച്ച് അങ്ങനെ അങ്ങ് പോകരുത്. പഠിക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് പഠിക്കുമല്ലോ, പഠിക്കുന്നതിനോടൊപ്പം തന്നെ PYQസും കൂടെ തന്നെ പഠിക്കുക. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മൾ പഠിക്കുന്നത് കറക്റ്റാണോ, അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്യേണ്ടടുത്ത് സ്ട്രെസ് ചെയ്തിട്ട് തന്നെയാണോ പഠിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് കൂടെയുള്ള PYQസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ പഠനം നേരായ രീതിയിൽ തന്നെ പോകാനായിട്ട് ഈ PYQസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ. അതുപോലെ തന്നെ മാത്സ് പഠിക്കുമ്പോൾ മാത്സിൽ നമുക്ക് കുറച്ച് ടോപ്പിക്സ് ഉണ്ടല്ലേ, അത് അങ്ങനെ തന്നെ ഓർഡറായിട്ട് തന്നെ പഠിച്ച് തീർക്കുന്നതായിരിക്കും മാത്സ് എപ്പോഴും നല്ലത്. ടെക്സ്റ്റ് ബുക്സ് നോക്കി മാത്സ് ആ ഒരു ഓർഡറിൽ പോവാതെ നമ്മൾ ആ ടോപ്പിക്ക് വൈസ് പഠിച്ച് തീർക്കുന്നതായിരിക്കും മാത്സ് എപ്പോഴും നല്ലത്. പിന്നെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കണം. ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചാൽ മാത്രമേ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ വൊക്കാബുലറിയും നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കി പോകണം. അപ്പോൾ ഒരുപാട് ഹെൽപ്ഫുൾ ആകും അത്. അപ്പോൾ ഇംഗ്ലീഷിൽ വൊക്കാബുലറിയും നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കി തുടങ്ങുക. ഗ്രാമറും അതുപോലെ ഓരോ പോർഷൻസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ. മലയാളം അധികം ഗ്രാമർ പഠിക്കാനില്ല, അത് ലാസ്റ്റത്തേക്ക് ഗ്രാമർ നോക്കുന്നതായിരിക്കും നല്ലത്. വൊക്കാബുലറി തന്നെ ആദ്യം പഠിക്കുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റ് തന്നെ ഗ്രാമർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഡീമോട്ടിവേറ്റ് ആകും. കാരണം കുറച്ച് പാടാണ് മലയാളം ഗ്രാമറൊക്കെ നമുക്ക് കവർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് മലയാളത്തിൻ്റെ വൊക്കാബുലറിയാണ് നല്ലത്. ഇങ്ങനെയാണ് ഈ സബ്ജക്ട്സ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഡെയിലി തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഡെയിലി പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ബാക്കി സബ്ജക്ട്സ് എല്ലാം പാരലായിട്ട് കൊണ്ടുപോകണം. ഒരു സബ്ജക്റ്റും നമ്മൾ മാറ്റി വെക്കരുത്. എല്ലാ സബ്ജക്ട്സും ഇമ്പോർട്ടൻ്റ് ആണ്. പാരലായിട്ട് തന്നെ എല്ലാം പഠിച്ച് പോകണം. അതുപോലെ കൂടെ PYQs കൊണ്ടുപോകാനായിട്ടും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പഠനം കറക്റ്റ് ദിശയിലായിരിക്കാനായിട്ട് എപ്പോഴും ഇത് ഹെൽപ്പ് ചെയ്യും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു ബിഗിനേഴ്സിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമ്മുടെ റാങ്ക് ഫയലിൻ്റെ കാര്യമാണ്. ഒരു റാങ്ക് ഫയൽ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റാങ്ക് ഫയൽ വാങ്ങുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ നിന്ന് കിട്ടും അല്ലേ. പിന്നെ കുറച്ച് സിലബസിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ റെഫർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റാണ് ഒരു ബിഗിനറിനെ സംബന്ധിച്ച്. അപ്പോൾ ഒരു റാങ്ക് ഫയൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കേരള ഗവർണൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റാങ്ക് ഫയൽ നോക്കി പഠിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ റാങ്ക് ഫയൽ ചൂസ് ചെയ്യുമ്പം ബെസ്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യുക, ബെസ്റ്റ് പബ്ലിക്കേഷൻ്റെ ചൂസ് ചെയ്യുക. അപ്പം അങ്ങനെ അതും അതിനോടൊപ്പം തന്നെ കൊണ്ടുപോകാം. അപ്പം ഒരു ബിഗിനേഴ്സിൻ്റെ കയ്യിൽ ആവശ്യത്തിന് വേണ്ടത് ഇതാണ്. +1 +2ൻ്റെ ടെക്സ്റ്റ് ബുക്സ്, അതുപോലെ 5th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള SCERT. ഇത് ടെക്സ്റ്റ് ബുക്സ് ആയിട്ട് വേണമെന്നില്ല, ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പം അത് എടുത്താൽ മതിയായിരിക്കും. ഇപ്പോൾ ഷോർട്ട് നോട്ട്സ് എഴുതാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം ഇതിന് സെക്കൻഡറി ആയിട്ട് വരുന്ന ബുക്സ് ഉണ്ട് ഇതിൻ്റെ സെയിം ഇത് വരുന്നത്. അങ്ങനെ ഒരു ബെസ്റ്റ് ബുക്ക് അത് മേടിച്ച് ഉപയോഗിക്കാം. പിന്നെ ഒരു റാങ്ക് ഫയൽ, അതും ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എനിക്കറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.